എക്സസിനെ കുറിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പഠിച്ചു. വേരിയബിൾ ഇതിനകത്ത് നമ്മൾ നോക്കിയായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഒബ്ജക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് നോക്കാം. പക്ഷെ ഞാനിവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ജസ്റ്റ് ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ ഡി അടിച്ച് ഡബ്ല്യു ചെയ്ത് മാറ്റി വെക്കും അല്ലേ. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഇത് എവിടെയാണ് കിടക്കുന്നതെന്ന് നമ്മൾ നോക്കി. ഇപ്പൊ ഇതിനകത്ത് എഡിറ്റിനകത്ത് വരികയാണെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കൺട്രോൾ ഡി ആണ് അതിന്റെ ഷോർട്ട് കട്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എന്ന ഓപ്ഷൻ. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഷിഫ്റ്റ് ഡി ആണ് നമുക്ക് ഇതിന്റെ ഷോർട്ട് കീ വരുന്നത്. ഞാൻ ഷോർട്ട് കീ തന്നെ യൂസ് ചെയ്യാണ്. ഇവിടെ ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. ഞാൻ അതിനെ ഒന്ന് നീക്കി വെച്ചു, രണ്ടാമത്തെ ആക്സിസ് മാറ്റി വെച്ചു. ഓക്കെ ഓക്കെ അല്ലേ. അതിനുശേഷം ഞാൻ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ആംഗിളിൽ എത്ര വേണമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് നടന്നുകൊണ്ടിരിക്കും. ആദ്യത്തെ കൺട്രോൾ ഷിഫ്റ്റ് ഡി എടുക്കുക, മാറ്റി വെക്കുക, പൊസിഷൻ മാറ്റി വെക്കുക, ഒത്തിരി വെക്കരുത്. മെനു ബാറിന്റെ കൺട്രോൾ പോയിന്റ്, അതായത് ടൂളിലൂടെ ടൂളിലേക്കോ അല്ലെങ്കിൽ മറ്റു ടൂളിലേക്കോ പോകാതെ ഒന്നിനൊന്ന് തന്നെ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരേ ആക്സിസിലേക്ക്. ഓക്കെ, ഇതുകൂടാതെ നമുക്ക് റിഫ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ഡി, അതായത് ഡ്യൂപ്ലിക്കേറ്റിന് തന്നെ അടുത്ത ഓപ്ഷൻ ആണ്. ഇതിനകത്ത് പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് എടുക്കുക, ഷിഫ്റ്റ് ഡി എടുത്തു കഴിഞ്ഞാല് ഞാൻ ഇങ്ങോട്ടേക്ക് ബുക്ക് വെച്ചു. ഈ പ്രസ് ചെയ്ത് ഞാൻ അതിൽ റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഷിഫ്റ്റ് ഡി അടിച്ചു കഴിഞ്ഞാല് അത് ഈ റൊട്ടേഷനിൽ ഇങ്ങോട്ട് മേളിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഓക്കെ അല്ലേ. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ 3 ഓപ്ഷൻ പഠിച്ചു. ഇനി ഇതിനകത്ത് എല്ലാത്തിനും സെറ്റ് ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാ ഓപ്ഷന്റെയും ബോക്സ് കിടപ്പുണ്ടെങ്കിൽ ആ ബോക്സ് എന്ന് പറയുന്നതാണ് സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ്സിൽ പോകാനുള്ള ഓപ്ഷൻ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് കോപ്പി ആയിട്ട് കഴിഞ്ഞാൽ അതിന്റെ നേരിട്ടുള്ള കോപ്പി അസംബിൾ ചെയ്യും. ഇത് നേരിട്ടുള്ള കോപ്പിയാണ്. സൈസ് കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. നമ്മൾ ഇതിന്റെ അകത്ത് തന്നെ ഇൻസ്റ്റൻസ് നമ്മൾ ഓൺ ആക്കി ഇടുവാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിയാണ് വരുന്നത്, പക്ഷെ ഒരു ഇമേജ് പോലെ ആയിരിക്കും വരും. നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ, പക്ഷെ അതൊരു കോപ്പി ആയിട്ടല്ല, ഒരു ഒബ്ജക്റ്റ് ആയിട്ടല്ല വരുന്നത്. അതിൻ്റെ ഒരു ഇമേജ് പോലെ വർക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം അത് നമ്മൾ ഈ ഫയൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പർപ്പസ് മതി യൂസ് ചെയ്യാനായിട്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂസ് മാറ്റി കൊടുക്കും. കാരണം ഞാൻ ഇതിനെടുത്ത് കൺട്രോൾ ഷിഫ്റ്റ് ഡി അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഡബ്ല്യു യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിനകത്ത് റൊട്ടേഷൻ, ഇവിടെ റൊട്ടേഷൻ എനിക്ക് 90 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. കൊടുത്തു കഴിഞ്ഞാൽ ആ 45 ഡിഗ്രി അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ എനിക്കൊരു 30 പോയിന്റ് മാറി അതും നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഉണ്ടാവും. അപ്പൊ അങ്ങനെ വാല്യൂസ് പറഞ്ഞ് നമുക്ക് സ്കെയിൽ വാല്യൂ പറയണമെങ്കിൽ ബുക്സ് വൈസിലാണ് ഞാനിവിടെ -1 മാറി സ്കെയിൽ ഞാനിവിടെ 2 കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അപ്ലൈ കൊടുക്കും, ഓട്ടോമാറ്റിക്കലി ഇവിടെ മാറി 30 ഡിഗ്രി മാറി സ്കെയിൽ വാല്യൂസിൽ മാറി. ഓക്കെ, ഇവിടെ 0 ആണെങ്കിലോ വേണ്ട, അവിടെ ഒരു 10 കൊടുക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും, ജസ്റ്റ് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി
സ്കെയിൽ വാല്യൂ മാറി റൊട്ടേഷൻ ചെയ്ത് സാധനം ഇങ്ങനെ വരും. ഓക്കെ, ഇതൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലിനകത്ത് നമുക്ക് ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ട്രാൻസ്ഫോം അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിനെ കുറിച്ച് പഠിച്ചു. അതിന്റെ അകത്ത് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഔട്ട്ലൈനർ ഓപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് സാധനം അത് ഒബ്ജക്റ്റ് ആയിട്ട് കാണിക്കും. നമുക്ക് അടുത്ത ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യൂബായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ഔട്ട്ലൈനിലുണ്ട്. അതിന് സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോയി സെലക്ഷൻ എടുക്കാൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് കൂടാതെ ഇവിടെ ചാനൽ ബോക്സ് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയതായിരുന്നു. അറിയാലോ, ചാനൽ ബോക്സിനകത്ത് വെച്ച് നമുക്ക് വാല്യൂസ് ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ചാനൽ ബോക്സ് ഇവിടെയാണ് കിട്ടുന്നത്. മേടിക്കണം. ഓക്കെ, ഇതാണ് ചാനൽ ബോക്സിന്റെ ഇവിടെ ഇല്ലെങ്കിൽ അവിടെ പോയി എടുക്കാം. ഓക്കെ, ഇനി ഈ സാധനം ഇവിടെയില്ല, ഈ പാനലിന്റെ അകത്ത് ഇല്ല, ഇവിടെയില്ല എന്നുണ്ടെങ്കിൽ എടുക്കണം. വിൻഡോയ്ക്കകത്ത് യു എലിമെന്റ്സിനകത്ത് പോയി കഴിഞ്ഞാല് നമുക്ക് ഷെൽഫ് കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഈ സാധനങ്ങളെ ഓക്കെ ആണോ? ഇത് കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്ന ഞാൻ പറഞ്ഞായിരുന്നു, യു എലിമെന്റ്സിന്റെ അകത്ത് നമ്മൾ ഇവിടെ നിന്ന് എടുക്കാതെ ഈ സാധനങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോയി എടുക്കുന്നത് പറഞ്ഞ സെറ്റിംഗ്സ് ആൻഡ് പ്രിഫറൻസിൽ പോയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളോടെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇതും നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന സാധനമാണ്.